നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തുടർച്ചയായി 2 തവണ അധികാരത്തിലിരുന്ന പിണറായി സർക്കാർ ഇനി കേരളം ചോദിക്കുകയാണ്, മൂന്നാം തവണയോ അതോ UDFന്റെ തിരിച്ചുവരവോ? ഭരണം മാറുമോ? കോൺഗ്രസ് പറയുന്നു UDF ലക്ഷ്യം 100 സീറ്റ്. പക്ഷെ ചോദ്യം ഇതാണ്, ഈ 100 ജനങ്ങളുടെ മനസ്സിൽ നിന്നുള്ള കണക്കിനപ്പുറമുള്ള രാഷ്ട്രീയ അവകാശവാദമാണോ? ഭരണവിമുഖത പുകഞ്ഞുയരുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലായപ്പോൾ 100 സീറ്റ് എന്ന പ്രഖ്യാപനം വോട്ടറെ ആവേശിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രമോ? 100 സീറ്റ് ആത്മവിശ്വാസമോ അതിരുവിടുന്ന രാഷ്ട്രീയ വെല്ലുവിളിയോ? BJP ഘടകം ഭരണം മാറ്റാനുള്ള ആയുധമോ? വോട്ട് ഭിന്നിപ്പിക്കുന്ന അപകടമോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ ആത്മവിശ്വാസത്തിൽ പിണറായി സർക്കാരിനോട് കടക്ക് പുറത്തെന്ന് പറയാൻ ടീം UDF അരയും തലയും മുറുക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. 100ലേക്ക് ആഞ്ഞടിക്കുമോ UDF വിസ്മയം? വയനാട് നടന്ന കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പിലാണ് 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്ന രീതിയിലുള്ള പ്രതികരണം പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത്. 85 സീറ്റെങ്കിലും നേടുമെന്നുള്ള ആത്മവിശ്വാസവും ക്യാമ്പിലുണ്ടായി. ഒറ്റക്കെട്ടായിയാണ് കോൺഗ്രസിന്റെ ക്യാമ്പ് വയനാട്ടിൽ മുന്നോട്ട് പോയത് എന്നത് ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകവുമായി. VD സതീശിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. 100 സീറ്റ് കടക്കുമെന്ന് പറഞ്ഞത് ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം UDFന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിത്തറ കുറെ കൂടി വിപുലമാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് 100 സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്നത്. ഇതാണ് VD സതീശിന്റെ വാക്കുകൾ. 100 സീറ്റ് അധികം നേടി തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ക്യാമ്പിൽ VD സതീശൻ പങ്കുവച്ചത്. പ്രൈം ഡിബേറ്റിൽ ചേരുന്നത് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഡോക്ടർ G ഗോപകുമാർ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ MS വേണുഗോപാൽ എന്നിവരാണ്. ശ്രീ MS വേണുഗോപാൽ, എങ്ങനെ കാണുന്നു താങ്കൾ ഈ അവകാശവാദത്തെ? ഈ അവകാശവാദം വളരെ നല്ലതാണ്. പക്ഷേ ഇത് കോൺഗ്രസിൽ കൂടുതൽ സ്ഥാനാർത്ഥി മോഹികളെ സൃഷ്ടിക്കാനായിരിക്കും ഉപകരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് കിട്ടാവുന്ന മാക്സിമം വോട്ടാണ് ഇപ്പം തന്നെ കിട്ടിയിരിക്കുന്ന 80ഓളം സീറ്റുകളിലെ വിജയം എന്ന് പറയുന്നത്, ആ ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടേണ്ട സാഹചര്യമാണ്. VD സതീശൻ പറഞ്ഞതുപോലെ 50% യുവാക്കളെയും സ്ത്രീകളെയും കൂടെ നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ജംബോ നേതൃത്വ നിരയ്ക്ക് സീറ്റ് കിട്ടാതെ വളരെ വിഷമിക്കും. പിന്നെ വൃദ്ധ നിര വേറെയുണ്ട്. ഇതൊക്കെ കൂടെ കണക്കിലെടുക്കുമ്പോൾ ഒരു 100 സീറ്റിൻ്റെ ആത്മവിശ്വാസം പലപ്പോഴും ഒരു കലഹത്തിലേക്ക് പോകുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒന്നും പറയാനുള്ള സമയമായിട്ടില്ല. ഇലക്ഷൻ്റെ ഒരു വിധത്തിലും BJPയോ അല്ലെങ്കിൽ CPMO ഒരു മുന്നോട്ട് പോക്കിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ LDFും UDF മാത്രമാണ് അത്തരത്തിലൊരു മുന്നോട്ട് പോക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ തന്നെ വേറൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത്, കേരളത്തിൽ ഇന്ന് അലയടിക്കുന്ന ഒരു 2 വികാരങ്ങൾ ഉണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു 2 ഭയങ്ങളാണ്. ഒന്ന് ന്യൂനപക്ഷ ഭയം, പിന്നൊന്ന് ഭൂരിപക്ഷ ഭയം. ഈ 2 ഭയങ്ങളായിരിക്കും ഇനി വരുന്ന ഇലക്ഷനിൽ നിർണായകമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഭൂരിപക്ഷ ഭയമാണ് കഴിഞ്ഞ തവണ ഇത്രയും വലിയ വിജയം UDFന് ഉണ്ടാക്കി കൊടുത്തത്. അതിൽ അയ്യപ്പൻ്റെ റോളും തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം അത് രണ്ടും ഉണ്ടെങ്കിൽ പോലും 2ൽ ഭരണവിരുദ്ധ വികാരം എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു. അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം ബാക്കിയുള്ളടത്തും കൂടെ വരണ്ടേ? ന്യൂനപക്ഷം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മലപ്പുറത്തും വയനാടും പിന്നെ എറണാകുളത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും വന്ന ആ വികാരം എന്തുകൊണ്ട് ആലപ്പുഴ വന്നില്ല? എന്തുകൊണ്ട് തൃശ്ശൂർ ഉണ്ടായില്ല? എന്തുകൊണ്ട് പാലക്കാട് ഉണ്ടായില്ല? എന്തുകൊണ്ട് തിരുവനന്തപുരത്തുണ്ടായില്ല? എന്തുകൊണ്ട് കൊല്ലത്തുണ്ടായില്ല? ആലപ്പുഴ ഉണ്ടായില്ല? അപ്പോൾ ഇതിനകത്ത് വേറൊരു ഖസാനം കൂടെ ഉണ്ട്, ന്യൂനപക്ഷ ഭയം. അതായത് BJP ഇവിടെ എന്തോ വലിയൊരു ശക്തിയായിട്ട് വരുന്നു എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വരുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭയം. അതാണ് ന്യൂനപക്ഷ ഭയം എന്ന് പറഞ്ഞത്. ന്യൂനപക്ഷങ്ങളുടെ ആ ഭയവും കൂടെയാണ് ഇത്തവണ ഈ വിധത്തിലൊരു വോട്ടിംഗ് പാറ്റേൺ വന്നത്. ഈ വോട്ടിംഗ് പാറ്റേൺ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. ഈ വോട്ടിംഗ് പാറ്റേണിൽ പറയുന്ന മൈനോറിറ്റി വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം അത് ഈ 3 മാസം കൊണ്ട് മറുചേരിയിലേക്ക് LDFിലേക്ക് പോകില്ല എന്നുള്ള ആത്മവിശ്വാസം, ഇതാണല്ലോ UDFന്റെ ഏറ്റവും വലിയ ഈ വിന്നിംഗ് ഘടകം എന്ന് പറയുന്നത്. അതെ, അതിനകത്ത് വേറൊരു പ്രശ്നം ഇനി വരാനിരിക്കുന്നത് അറിയാമോ? ഈ ഇത്രയും മൈനോറിറ്റി ഫോക്കസ് വന്ന സാഹചര്യത്തിൽ ഒരു ഭൂരിപക്ഷ ഭയവും കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടിയ അടിയും തൊഴിയും കൂടെ ആയപ്പം ആ ഭൂരിപക്ഷ ഭയത്തിന് കുറച്ചുകൂടെ സാധ്യത കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷ ഭയത്തിനെ എങ്ങനെ LDFും BJPയും വോട്ടാക്കി മാറ്റുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് UDFന് എത്രത്തോളം ബുദ്ധിമുട്ടാകുമെന്നുള്ളത് വേറൊരു ഘടകമാണ്. പിന്നെ മറ്റൊന്ന്, UDF എന്ന് പറയുന്നത് ഇന്ന് VD സതീശനെന്നും
പിന്നെ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു മുഖംമൂടിയാണെന്നും അതിന് പിന്നിൽ നിൽക്കുന്ന മാരീജൻ ലീഗാണെന്നുമുള്ള ഒരു ധാരണ ഇപ്പം തന്നെ പല ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിലും പരത്തിയിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ വോട്ടായി മാറും എന്നുള്ളതും വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് ഈ പറയുന്ന വിസ്മയം അങ്ങനെയാണല്ലോ വിശേഷിപ്പിച്ചിരിക്കുന്നത്, ഒരു വിസ്മയം ഉണ്ടാകാൻ പോവുകയാണ് എന്ന്. ഈ വിസ്മയത്തിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് LDF-ലെ ചില സഹയാത്രികരും, അത് ഘടകകക്ഷികൾ എന്നുകൂടി ഉദ്ദേശിച്ചായിരിക്കുമല്ലോ സതീശൻ പറഞ്ഞിട്ടുണ്ടാവുക, UDF-ലേക്ക് വരുമെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു വിസ്മയത്തിന് സാധ്യതയില്ല. 100 എന്ന് പറയുന്നത് അധിക ആത്മവിശ്വാസമാണെന്നാണ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിസ്മയം വേണമെങ്കിൽ CPI-യും മാണി കോൺഗ്രസും കൂടെ അപ്പുറത്ത് പോകണം, എങ്കിൽ ആ വിസ്മയത്തിന് സാധ്യതയുണ്ട്. കേരള കോൺഗ്രസ് കാര്യം നമുക്ക് അല്ല, ഞാൻ പറഞ്ഞത് ഇത് രണ്ടും കൂടെ വന്നാലേ ഈ 100 എന്ന് പറഞ്ഞ കണക്ക് 2001 ശേഷം 25 വർഷത്തിന് അടുപ്പിച്ചാകുമ്പോൾ ഒരു 100 എന്നുള്ള കണക്കിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു ബാലൻസിങ് വേണ്ടേ? അതായത് 24 വർഷത്തിന് ശേഷം 2001 ശേഷം ഒരു അത്ഭുത വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല UDF-ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട് 2 തവണ തുടർച്ചയായി. ശരി, ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ എങ്ങനെ കാണുന്നു? വർദ്ധിത ആത്മവിശ്വാസം തന്നെയാണ് ലക്ഷ്യ ക്യാമ്പിൽ ഉണ്ടായത് വയനാട്ടിൽ, ഒരു സംശയവുമില്ല. ഐക്യത്തിന്റെ കാര്യത്തിൽ അടുത്ത കാലത്തെങ്ങും കാണാത്ത വിധത്തിലുള്ള കാഴ്ചയാണ് വയനാട്ടിൽ കണ്ടത്. ശശി തരൂർ പോലും പങ്കെടുത്തു ആ ക്യാമ്പിൽ, അല്ലേ? അപ്പോൾ നിസ്സാരമല്ല ഈ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും നിസ്സാരമൊന്നുമല്ല ആത്മവിശ്വാസം. കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം വാനോളം ഉയരുന്ന ഒരു ക്യാമ്പ് തന്നെയായിരുന്നു ലക്ഷ്യ ക്യാമ്പ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടന്ന ആ ക്യാമ്പ്, അവിടെ ഒരുപാട് പോസിറ്റീവ് ടേക്ക് അവേസ് ഉണ്ട്. പിന്നെ ഒരു പാർട്ടിയുടെ ക്യാമ്പിലൊക്കെ ഇപ്പോൾ BJP പറഞ്ഞ 400 പാർ എന്ന് പറയുന്നതിന് സമാനമായ രീതിയിലാണ് ഇവിടെ 140 മണ്ഡലങ്ങൾ ഞങ്ങളിതാ 100 എന്ന മാജിക് നമ്പറിലേക്ക് എത്തി നിൽക്കുമെന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കാണ് ഒരു ബെഞ്ച് മാർക്കായി വെക്കുന്നത് എങ്കിൽ 80 സീറ്റിലാണ് വിവിധ മാധ്യമ ഏജൻസികൾ കണക്ക് കൂട്ടി എടുത്തതനുസരിച്ച് നിയമസഭാ സെഗ്മെൻറ്റിൽ 80 സെഗ്മെൻറ്റിൽ UDF-ന് ഭൂരിപക്ഷമുണ്ട്, അല്ലെങ്കിൽ മേൽക്കൈയുണ്ട്. അത് തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ സ്വാഭാവികമായി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയേണ്ടതാണ് പ്രതിപക്ഷത്തിന്. അത് 80-60 എന്നതിൽ ചില മാറ്റങ്ങൾ പിന്നീട് വരികയും ചെയ്തു. കണക്കുകൾ ഒന്നുകൂടി സൂക്ഷ്മമായി വിലയിരുത്തി വന്നപ്പോൾ 68ലേക്ക് LDF കടന്നിട്ടുമുണ്ടായിരുന്നു, അല്ലേ? അങ്ങനെ LDF-ന് ഒരു അവകാശവാദവും അങ്ങനെ ഉണ്ടായിരുന്നു. 68ലേക്ക് വന്നു, 65 ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട്. ശ്രീ മഞ്ജുഷ്, അത് പിന്നെ 80-60 എന്നതിനേക്കാളും 80-60 എന്നുള്ള റഫ് എസ്റ്റിമേറ്റ് മാത്രമാണ്, കൃത്യമായി കണക്ക് കൂട്ടാൻ ഇപ്പോഴും കഴിയില്ല. അത് മാത്രമല്ല ഇവിടെ അർബൻ ഇത് ത്രിതല പഞ്ചായത്താണെന്ന് ഓർക്കണം. അതായത് കോർപ്പറേഷനുണ്ട്, നഗരസഭകളുണ്ട്, പഞ്ചായത്തുകളുണ്ട്, ജില്ലാ പഞ്ചായത്തുകളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. ഇവിടെ എല്ലാം വേറെ വേറെ വോട്ടിംഗ് പാറ്റേൺ ആണ്. ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് കൃത്യമായ ഒരു നമ്പറിലെത്തുന്നത് ശ്രമകരമാണ്. പക്ഷേ കൊട്ടത്താപ്പിൽ പറയാൻ സാധിക്കും 80 സീറ്റിനോട് അടുപ്പിച്ചാണ് UDF-ന്റെ ഒരു ടാലി ഇപ്പോഴത്തെ നിലയിൽ. അത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം 85 റിയലിസ്റ്റിക്കലി 85ലേക്ക് എത്തി നിർത്താൻ കഴിയും എന്നാണ് ഈ പറയുന്നത് ചിന്തൻ ശിബിരം, അല്ല എങ്കിൽ ഈ ലക്ഷ്യ ക്യാമ്പിൽ പറയുന്നത്. കനകോലുവിൻ്റെ ടീം അനുസരിച്ച്, കാരണം കനകോലുവിനെ കൊണ്ടുവരേണ്ടി വരുന്ന ഒരു ഗതികേട് കോൺഗ്രസിനുണ്ടാകുന്നു എന്ന് പറയുന്നത് വിധി വൈപരീത്യം എന്നേ പറയാനുള്ളൂ. ഇത്രയും ആത്മവിശ്വാസമുള്ള കോൺഗ്രസ് പാർട്ടി എന്തിന് ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ്റെ സേവനം ഇവിടെ കേരളത്തിൽ, എനിക്ക് തോന്നുന്നത് മുൻപ് അങ്ങനെ ഒരു സേവനം പിന്നെ കിട്ടിയതായി എനിക്ക് തോന്നുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. കനകോലം മാറിയും മറിഞ്ഞുമൊക്കെ നിൽക്കും. അതുപോലെ പ്രശാന്ത് കിഷോറും എത്രയോ സമയം മാറിയും മറിഞ്ഞുമൊക്കെ പല പാർട്ടികളെയും സഹായിച്ചതാണ്. പക്ഷേ തന്ത്രജ്ഞന്മാരുടെ കണക്കനുസരിച്ച് 90 സീറ്റ്. പക്ഷേ VD സതീശൻ പറയുന്ന ആത്മവിശ്വാസം 100 സീറ്റ് എന്ന ആത്മവിശ്വാസമാണ്. അതുതന്നെ കണക്ക് തിരിച്ചു പറയുമ്പോൾ മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു ഹൃദയം UDF-ന് വേണ്ടി തുടിക്കുന്നു എന്നൊരു നറേറ്റീവാണ്. എറണാകുളം ജില്ലയിലെ മഹാഭൂരിപക്ഷം 14-ൽ 12 സീറ്റുകളും പറയുന്നു. അതുപോലെ കോട്ടയം ജില്ലയിലെ 9 സീറ്റിൽ 5 സീറ്റും ലഭിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റും കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടത് ഇപ്രാവശ്യം 5-ൽ 5 സീറ്റും പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ്. അപ്പോൾ ഇടുക്കിയിലെ 6 സീറ്റിൽ 5 സീറ്റും ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മിക്ക മധ്യ തിരുവിതാംകൂർ ജില്ലകൾ, അവിടെയൊക്കെ ക്രിസ്ത്യൻ സജീവ സാന്നിധ്യമുള്ള മേഖലകളാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രദാനം ചെയ്യുന്ന 16 സീറ്റുകൾ പ്രദാനം ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ 16ഉം കണക്ക് കൂട്ടിയാണ് ഈ 100 എത്തിച്ചു നിർത്തുന്നത്. ഇപ്പം ഈ 100ൽ എത്തിച്ചു നിർത്താൻ എടുത്ത ഒരു സാഹസം എന്ന് പറയുന്നത് തലനാരിഴകേറി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ കാര്യത്തിൽ ഒരു മിതത്വം പാലിക്കുന്ന
വിജയിക്കുന്ന കോൺഗ്രസിനെ കാണുന്നു. കാരണം തിരുവനന്തപുരത്ത് 4-5 സീറ്റ് ലഭിക്കുമെന്ന് മാത്രമേ കോൺഗ്രസ് കരുതുന്നുള്ളൂ. ഒരുപക്ഷെ BJPക്ക് കൂടി ഏതാനും സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ നഗരപ്രദേശങ്ങളിലെങ്കിലും ലഭിക്കും എന്ന ഒരു മുന്നറിവ് കോൺഗ്രസിനുണ്ടാവും. അതുകൊണ്ടാണ് കൊല്ലത്തും വലിയ പ്രതീക്ഷയൊന്നുമില്ല, പകുതി സീറ്റുകൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്. ആലപ്പുഴയുടെ ചുവന്ന മണ്ണ് കുറച്ച് വലത്തോട്ട് തിരിയും, എങ്കിലും അവിടെയും 50-50 മറ്റ് ജില്ലകളിലും തൃശ്ശൂർ ജില്ലയിലൊന്നും വലിയ മേൽക്കൈയൊന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം കോഴിക്കോട് ജില്ലയിൽ വലിയ പ്രതീക്ഷകൾ UDFിനുണ്ട്, കോൺഗ്രസിന് പ്രത്യേകിച്ചുമുണ്ട്. കാരണം കോഴിക്കോട് ഏറെക്കാലമായി LDFിൻ്റെ തട്ടകമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ചിത്രം നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളും മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം ജനസാമാന്യത്തിൻ്റെ മാറിയ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിനും UDFിനും ലഭിക്കും എന്നൊരു ചിന്തയാണ്. അപ്പോൾ അങ്ങനെ വിവിധങ്ങളെ കണ്ണൂർ ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടമാണ്. കണ്ണൂർ എന്ന പ്രദേശം, അതുപോലെ 2-3 മലയോര മണ്ഡലങ്ങൾ, കുടിയേറ്റ മണ്ഡലങ്ങൾ, അവിടെയൊക്കെ പേരാവൂരും ഇരിക്കൂറും ഒക്കെ കോൺഗ്രസ് മണ്ഡലങ്ങളാണ്. അവിടെയൊക്കെ പിടിച്ചെടുക്കാമെന്നല്ലാതെ ആകമാന ചിത്രം നോക്കുമ്പോൾ 100 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലയിൽ സ്വല്പം നിറം പിടിപ്പിച്ച കണക്കാകും. പക്ഷെ അസാധ്യമല്ല. കാരണം സമാനമായ സാഹചര്യത്തിൽ AK ആന്റണിയുടെ നേതൃത്വത്തിൽ 2001 100 സീറ്റ് കടന്നു എന്നതാണ് ഏറ്റവും അവസാനമായി ഈ 100 മാജിക്കൽ മാർക്ക്. 99 അതിനുശേഷം വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ 100 സീറ്റൊന്നും വേണ്ടല്ലോ. അധികാരത്തിൽ എത്തണമെങ്കിൽ 72 സീറ്റ് മതി. അതിനേക്കാൾ കുറച്ചുകൂടി സീറ്റ് അധികം കിട്ടിയാൽ പോലും അതൊരു തിളക്കമാർന്ന വിജയമായിട്ട് തന്നെ വിലയിരുത്തുകയും ചെയ്യാം. ഇത് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ അണികളെ ഉത്തേജിപ്പിക്കാൻ, ആവേശഭരിതരാക്കുന്നതിന് വേണ്ടി ഈ 100 സീറ്റ് എന്നുള്ള നമ്പർ നൽകിയിട്ടുള്ളത്. ശ്രീ വസന്ത് തെക്കുംപള്ളി, 100 സീറ്റ് എന്നുള്ള പറയുന്നത് അധിക ആത്മവിശ്വാസം, കംഫർട്ടബിൾ മെജോറിറ്റി എന്ന രീതിയിലാണല്ലോ. ഇതിൽ നിന്ന് MV ഗോവിന്ദൻ മറുപടി നൽകിയിട്ടുണ്ട്. വിസ്മയം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, ഒരു വിസ്മയവും ഉണ്ടാകാൻ പോകുന്നില്ല, ബോംബ് പൊട്ടുമെന്ന് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഒന്നും പൊട്ടിയിട്ടില്ല എന്നാണ് മറുപടി. അല്ല, ബോംബ് പൊട്ടിയില്ലോ. ബോംബ് പൊട്ടിയിട്ടാണല്ലോ ശബരിമലയിലെ ഏറ്റവും വലിയ കൊള്ളക്കാരെ ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ഏറ്റവും വലിയ കൊള്ള നടന്നെന്നും ആ കൊള്ളയുടെ ഭാഗമായി 2 ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ 1.5 മാസം കിടക്കുകയാണ് ഇപ്പോഴും. അതിൽ 2 പേരെ അവർ സംരക്ഷിക്കുകയാണ്. ഒരാൾ കുളക്കുട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ്, നിലവിൽ CPMന്റെ LC മെമ്പറാണ്, N വാസു. രണ്ടാമത് മുൻ MLA കോന്നി, അദ്ദേഹം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് നിലവിൽ, അറിയാമല്ലോ, പത്മകുമാർ. ഇനി ആ അന്വേഷണം അവരുടെ മുൻ മന്ത്രിമാരിലേക്കും നിലവിലെ മന്ത്രിയിലേക്കും നിലവിൽ തൊട്ടു മുമ്പുണ്ടായിരുന്ന PS ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിലേക്കും നീളാൻ പോവുകയാണ്. കേരളത്തിന്റെ പൊതുമനസാക്ഷിയല്ലേ, ഇന്ത്യ മുഴുവൻ ഞെട്ടിയ കൊള്ള പുറത്തു വന്നില്ലേ? അതിൽ കൂടുതൽ എന്ത് ബോംബാണ് ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യമുള്ളത്? ഇനി നൈട്രോജൻ ബോംബ് വേണോ? വരും, തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. ഇനി ഒരു എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയാണോ ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് എന്ന് ചോദിച്ചാൽ എന്റെ ജില്ലയിലെ കണക്ക് വെച്ച് ഞാൻ പറയാം. കോട്ടയം ജില്ല, അപ്പൊ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച 2 പേര്, മുഹമ്മദ് വർഗീസ് സാറും അതിനു മുമ്പ് സംസാരിച്ച അദ്ദേഹവും പറഞ്ഞത് ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആർക്ക്? UDFിന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ന്യൂനപക്ഷ വോട്ടിന്റെ കൺസോൾട്ടേഷനിലൂടെയാണ് ഈ 100 സീറ്റിലേക്ക് എത്താൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് ഞങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടത്, പത്തനംതിട്ടയിൽ, കോട്ടയത്ത് ഒക്കെയല്ലേ ഞങ്ങൾ അത് വെക്കേണ്ടത്. പക്ഷെ കോട്ടയം ജില്ലയിൽ 5 സീറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ജില്ലയിൽ നിലവിൽ 4 സീറ്റുകൾ UDFിന് ഉണ്ടെന്നേ. നിലവിൽ 4 സീറ്റുകളുണ്ട്. ഒന്ന് ചാണ്ടി ഉമ്മൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പാല, അതുപോലെ തന്നെ മോൻസ് ജോസഫ്. ഈ 4 സീറ്റുകൾ നിലവിലെ സീറ്റുകളാണ്. അതിൽ 1 സീറ്റ് മാത്രമാണ് അധികമായി ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. അതിലെനിക്ക് ശക്തമായ പ്രതിഷേധം UDF നേതൃത്വത്തോടുണ്ട്. അങ്ങനെ 1 സീറ്റ് അല്ല അധികമായി കിട്ടാൻ പോകുന്നത്, അതിലേറെ സീറ്റുകൾ കോട്ടയത്ത് നിന്ന് ഞങ്ങൾ ആ 100ലേക്ക് ആഡ് ചെയ്യപ്പെടും. പക്ഷേ ഞാൻ പറയുന്നത്, അങ്ങനെ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ അത് മാത്രമാണ് ഇതിന്റെ ഊക്ക് എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ, സ്വാഭാവികമായും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് കോട്ടയത്ത്, പത്തനംതിട്ടയിലൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ വളരെ യാഥാർത്ഥ്യത്തോടു കൂടി ഞങ്ങൾ ഏൽപ്പിച്ച ഏജൻസികൾ, ഞങ്ങളുടെ ഗ്രൗണ്ട് ലെവൽ പ്രവർത്തകർ, ബൂത്ത് ലെവൽ പ്രവർത്തകർ, ഇവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഡേറ്റാബേസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പാലക്കാട് നിങ്ങൾ ചോദിച്ചു ഏതാണ്ട് തട്ടിയും മുട്ടിയും ജയിച്ച ആ സ്ഥലത്ത് നിങ്ങൾ എത്ര വോട്ടിന് ജയിക്കുമെന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വന്ന് പറഞ്ഞത് മിനിമം 10,000 വോട്ടെന്നാണ്. 18,000 വോട്ടിലാണ് ലാൻഡ് ചെയ്തത്. അന്ന് ഇതുപോലെ ചർച്ച ചെയ്തു. നിരീക്ഷകർ എല്ലാവരും പറഞ്ഞു ഒരു ഫോട്ടോ ഫിനിഷിൽ ഷാഫി പറമ്പിലിന് ജയിക്കാൻ സാധിച്ച ഒരു സീറ്റാണത്. ആ സീറ്റിൽ പ്രത്യേകിച്ച് ത്രികോണ മത്സരം വരുന്നു. സരിനെ പോലൊരു ഒരാൾ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയയുടെ കൺവീനർ അപ്പുറത്തേക്ക് പോയി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇതൊരു അതിശയോക്തിയല്ലേ, നിങ്ങൾ ജയിച്ചാൽ പോലും ഒരു 5,000 വോട്ടിൽ താഴെ ജയിക്കൂ. 18,000 വോട്ടിനാണ് ജയിച്ചത്. കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ആയതുമായി ബന്ധപ്പെട്ട് ഇപ്പോ പുതുപ്പള്ളിയിൽ എന്തായിരുന്നു മുദ്രാവാക്യം? ഉമ്മൻചാണ്ടി സാർ മരിച്ചു, ആ പറയുന്ന സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 10,000 വോട്ടിൽ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല, ലീഡ് എന്നാണ് പറഞ്ഞത്. എത്രയായിരുന്നു ഞങ്ങളുടെ ലീഡ്?
തൃക്കാക്കരയിൽ എത്രയായിരുന്നു ഞങ്ങളുടെ ലീഡ്? അപ്പൊ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും, ഉപതെരഞ്ഞെടുപ്പിൽ പോലും, നിലമ്പൂരിൽ പോലും ഇതാ എം സ്വരാജ് എന്ന് പറയുന്ന CPM-ന് അവതരിപ്പിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും ഓൺ ചെയ്യുകയാണ്. CPM-നെ സംബന്ധിച്ച് അവരുടെ ഒരു സെക്കൻഡ് ലെയറിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ്. ഇപ്പോഴും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ആ എം സ്വരാജ് പോലും തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി നിന്ന തെരഞ്ഞെടുപ്പ്, അവിടെ ഞങ്ങളുടെ ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ്, അങ്ങനെ വിവിധ തരത്തിൽ അൻവർ അടക്കമുള്ളവരെ ഫാക്ടർ ആകുമെന്ന് നിങ്ങൾ പറഞ്ഞ വിധി എഴുതിയ തെരഞ്ഞെടുപ്പ്, അൻവറിനെ ഞങ്ങൾ കൂടെ നിർത്തുന്നില്ല എന്ന് വളരെ അസന്നിഗ്ധമായ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തീരുമാനിച്ച തെരഞ്ഞെടുപ്പ്, ഏതാണ്ട് ഗ്രൗണ്ട് ഞങ്ങൾക്ക് അനുകൂലമല്ലാത്ത തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞത് ഇനി UDF ജയിച്ചാലും 1000-ൽ താഴെ വോട്ട് എന്നാണ് പറഞ്ഞത്. എത്രയായിരുന്നു ഞങ്ങളുടെ ലീഡ്? അപ്പൊ ഞങ്ങൾ ഇതെല്ലാം പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ വെറുതെ ഒരു എക്സാഗ്രേറ്റഡ് കണക്ക്, ഒരു അംപ്രാക്ക ഉംബ്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ 100 സീറ്റ് കിട്ടി, അങ്ങനെയല്ല. ഞങ്ങൾക്ക് കൃത്യമായ ഡേറ്റയുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ പഠനം ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് ബൂത്ത് ലെവൽ പ്രവർത്തനം തൊട്ട് ജില്ലാ ലെവൽ ലീഡർഷിപ്പ് തൊട്ട് KPCC വളരെ നീളുന്ന ഒരു ലീഡർഷിപ്പിന്റെ ഭാഗമായുള്ള പഠനമാണ്. അതിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും അടക്കമുള്ള ലീഡർഷിപ്പ് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പുറത്താണ് ഞങ്ങൾ ഡേറ്റ പറയുന്നത്. ശരി, അതായത് എക്സാജറേറ്റഡ് ആയിട്ടുള്ള കണക്കല്ല 100 എന്നുള്ളതാണ്. ഡോക്ടർ G ഗോപകുമാർ, ഇവിടെ UDF-ന് അനുകൂലമായ പല ഘടകങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഈ തിളക്കമാർന്ന ഒരു വിജയം നേടിയതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അടിപിടിയോ ഈ സീറ്റിനുമായിട്ടുള്ള ഓട്ടമോ ഒന്നും തുടങ്ങിയിട്ടില്ല. നിലവിൽ വയനാട് ക്യാമ്പ് വെച്ച് നോക്കുമ്പോൾ നല്ല ഐക്യത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. തരൂരിൻ്റെ സാന്നിധ്യം പോലും അതിലേക്കാണല്ലോ വിരൽ ചൂണ്ടുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 100 എന്നുള്ളത് ഒരു എക്സാജറേറ്റഡ് കണക്കല്ല എന്നാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ തിരഞ്ഞെടുപ്പ് പ്രവചനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഏതാണ്ടൊരു 120 ദിവസം കഴിഞ്ഞ് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ പ്രവചിക്കുക, വിലയിരുത്തുക എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുമുണ്ട്. എന്നാലും കേരള രാഷ്ട്രീയം പരിശോധിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് വരുന്ന വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്ന അത്ഭുതങ്ങളും ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങളുടെ ചർച്ച ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1967 119 സീറ്റാണ് 133 സീറ്റിൽ അന്നത്തെ ഐക്യമുന്നണി ഇടതുമുന്നണിക്ക് കിട്ടിയത്. 100 സീറ്റ് വരെ കോൺഗ്രസ്സിന് കിട്ടുമെന്ന് പറഞ്ഞ ഒരു വലിയൊരു നേതാവുണ്ടായിരുന്നു. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്ര നേരത്തെ നമുക്ക് പൂർണ്ണമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. വളരെ വാസ്തവമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി UDF-ന് അനുകൂലമാണ്. അത് ഇടക്കാല തിരഞ്ഞെടുപ്പുകളിലെ പ്രവണത, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ വിധിയെഴുത്ത്, ഭരണവിരുദ്ധ വികാരം എന്താണെന്ന് നന്നായി മനസ്സിലാക്കിയ സാഹചര്യങ്ങൾ, അതിന് പുറമെ ശബരിമലയിലുണ്ടായ സംഭവങ്ങൾ, ഒടുവിൽ ആന്റണി രാജുവിൻ്റെ ആക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ നിലവാരം, ഈ ട്രെൻഡ് നിലനിൽക്കുമെങ്കിൽ 100 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് കണ്ടീഷൻസ് പലതുണ്ട്. ഒന്ന്, UDF ഒറ്റക്കെട്ടായി ഈ മൊറയിൽ അന്നുവരെ നിലനിർത്തണം. 2, കോൺഗ്രസ് നേതാക്കന്മാരുടെ കടിപിടി വരാൻ പാടില്ല. 3, ഒളിഞ്ഞോ തെളിഞ്ഞോ പരസ്പരം തോൽപ്പിക്കുന്ന പ്രവണത 2011 പോലെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല കണ്ടീഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയേ ആ 100ൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പാർട്ടി അണികൾക്കത് പറയണം. കാരണം അണികൾക്ക് കൂടുതൽ മൊറൽ ബൂസ്റ്റർ ഉണ്ടാകാൻ അത് വളരെ വാസ്തവമാണ്, ആവശ്യമാണ്. ഇടതുമുന്നണി ഘടനാപരമായി ഐക്യജനാധിപത്യ മുന്നണിയേക്കാൾ വളരെ ശക്തവും ക്രോഡീകരിച്ചതുമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയിട്ടും 60 മണ്ഡലങ്ങളിൽ LDF ശക്തമാണെന്ന് ഇവിടെ തെളിഞ്ഞു. മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചല്ലോ, 80-60 എന്നുള്ളൊരു ബാലൻസിൽ പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. എന്നാലും കുറച്ചുകൂടി കഴിയുമ്പോൾ കാറ്റ് എങ്ങോട്ടാണ് വലുതായിട്ട് വീശുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു ത്രികോണ മത്സര സാഹചര്യങ്ങൾ വളരെ വ്യക്തമായി ഒത്തിരി മണ്ഡലങ്ങളിൽ വരുമ്പോൾ, ഇവിടെ നേരത്തെ തന്നെ നമ്മുടെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ന്യൂനപക്ഷ വിരുദ്ധ വികാരവും ഭൂരിപക്ഷ വിരുദ്ധ വികാരവും, ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റ് എങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുക്കും? 10 വർഷം ഭരിച്ചൊരു ഗവൺമെൻറ്റിനെ വീണ്ടും 5 വർഷം കൂടി 15 വർഷത്തേക്ക് കൊടുക്കണോ? അതോ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ആ പ്രതീക്ഷയിലിപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഘടനാപരമായിട്ട് ദുർബലമാണെങ്കിൽ പോലും പഞ്ചായത്തിൽ ഇത്രയും സീറ്റുകൾ നേടിയ സ്ഥിതിക്ക്
UDF വിജയിക്കാനുള്ള സാധ്യത ഏറെയാണ്. അല്ല, അങ്ങനെ ഘടനാപരമായിട്ടും വരുന്നുണ്ട്. സംഘടനാപരമായിട്ടും പക്ഷേ ദുർബലമായിരുന്ന ഒരു I will സമയത്ത് keep my പോലും fingers ഇത്രയും crossed. തിളക്കമാർന്ന വിജയം ഉണ്ടാകുമ്പോൾ അതിന് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്, സാമുദായിക സമവാക്യങ്ങൾ എന്നതിനുമൊക്കെ അപ്പുറം ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു വലിയ ഘടകമായിരിക്കുമല്ലോ ഡോക്ടർ ജി ഗോപകുമാർ. അതെ, നിശ്ചയമായിട്ടും. കാരണം അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രകടമായ കാര്യം. ഈ ഭരണവിരുദ്ധ വികാരം ശക്തമായി വീശുന്നുള്ളൊരു തർക്കമില്ല. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഇതിൽ ആത്മവിശ്വാസം അതിര് കവിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് എവിടെ കൊണ്ടെത്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായ ആത്മവിശ്വാസം, ആ മൊറേൽ ബൂസ്റ്റർ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. എനിക്കത് ഇവിടെ നിന്നത് ഫീൽ ചെയ്യാം. അവർക്കത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരുമിച്ച് നിൽക്കണം. ഈ സാഹചര്യം തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും ഈ ഐക്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപക്ഷെ പറ്റുമായിരിക്കാം. ഇടതുമുന്നണിയെ കുറച്ച് കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്ട്രക്ചറൽ സ്ട്രെങ്ത് ഇടതുപക്ഷത്തിനുള്ളത് കൊണ്ട് അവർ പരാജയപ്പെട്ടാലും ഈ വലിയ രീതിയിലുള്ളൊരു കടപുഴുകൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോഴേ പ്രവചിക്കാനാവില്ല. ഞാൻ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കണം എന്നുള്ളൊരവസ്ഥയാണ്. കാരണം കേരള രാഷ്ട്രീയം എപ്പോഴും അവസാന മിനിറ്റുകളിൽ കാണിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. അതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. അന്ന് കോൺഗ്രസ് 133 സീറ്റിൽ 67 മത്സരിച്ചപ്പോൾ 100 സീറ്റ് കിട്ടുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു. മറുവശത്ത് ഐക്യമുന്നണി വളരെ സ്ട്രക്ചറലി വളരെ സ്ട്രോങ് ആണ്. കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരം ശക്തമായി വന്ന 67. അപ്പോൾ നേരെ തിരിച്ച് 9 സീറ്റാണെന്ന് കോൺഗ്രസ്സിന് കിട്ടിയത്. അപ്പോൾ അതേപോലെ ഇടതുപക്ഷത്തിന് 77, CPM 14 സീറ്റായി കുറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്ത് ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ 2011 തീർച്ചയായിട്ടും UDF ഉറപ്പായിട്ട് വരുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ട് എന്തുകൊണ്ടാണ് 2 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പോലും പഠനങ്ങൾ പോലും വ്യക്തമായി 90 സീറ്റിനപ്പുറം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വിധി വന്നപ്പോൾ അവസാനം 72-68 എന്നുള്ള നിലയിലേക്ക് പോയി. അതിൻ്റെ കാര്യം അറിയാം, പരസ്പരം ഗ്രൂപ്പ് കളിച്ച് പരസ്പരം തോപ്പിച്ചുകൊണ്ടാണ്. ഞാൻ അതുകൊണ്ട് അമിത ആത്മവിശ്വാസം ആപത്താണ്. അത് UDFും കോൺഗ്രസും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേസമയം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരെയുള്ള കാറ്റ് ശക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ശരി, ശ്രീ MS വേണുഗോപാലിന്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഈ അമിത ആത്മവിശ്വാസം ആപത്താണെന്ന് പറയുമ്പോൾ ഈ സീറ്റ് മോഹികൾ ഇറങ്ങുന്ന ഒരു സമയമായി മാറും എന്നുള്ള ഒരു വിമർശനമുണ്ട്. പക്ഷേ ഇന്ന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും തർക്കമില്ല എന്ന് VD സതീശൻ അടിവരയിട്ട് പറയേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതായത് ഇത്തവണ തോറ്റാൽ ബുദ്ധിമുട്ടാണ്, ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളൊരു സന്ദേശം വയനാട്ടിൽ നിന്ന് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഴയതുപോലെ 2011 AI ഗ്രൂപ്പുകൾ പരസ്പരം ചേരി തിരിഞ്ഞ് വെട്ടി കളിക്കുകയായിരുന്നുവല്ലോ. അങ്ങനെയാണല്ലോ വെറും 2 സീറ്റിൻ്റെ മാത്രം വ്യത്യാസം വന്നത്, 72-68 ശ്രീ ഗോകുമാർ സാർ പറഞ്ഞതുപോലെ. പക്ഷെ അങ്ങനെ ഒരു വെട്ടൽ അത് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണോ അല്ലയോ? കാരണം കോൺഗ്രസ് ആണ്. അല്ല, ഇലക്ഷന് മുമ്പായിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇപ്പോൾ VD സതീശൻ നിൽക്കുന്നത് ഒരു ഇമേജോടുകൂടിയാണ്. ആ ഇമേജിനെ വെട്ടാൻ ഇപ്പോൾ ആരും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇലക്ഷൻ വരെ VD സതീശനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് ഉറപ്പാണ്. ഞാനിതൊന്നും അല്ല പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് വളരെ ഗോപകുമാർ സാർ പറഞ്ഞ പോലെ ഇത് വളരെ പ്രിമച്യൂറായ ഒരു സ്റ്റേജാണ്. ഇപ്പോൾ നമുക്ക് കണക്ക് കൂട്ടി പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. ഇപ്പോൾ UDF തന്നെ ഈ കണക്ക് വെച്ചിരിക്കുന്നത് എന്താണ്? അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കിട്ടിയ മേൽക്കൈയുടെ പുറത്താണ് ഈ കണക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ കണക്ക് വെച്ച് ഞാൻ LDFിൻ്റെ ഒരു സാധ്യതയും കൂടെ ഞാനൊന്ന് പറയുകയാണ്. അതായത് UDFന് 80 സീറ്റുണ്ട്, LDFന് 60 സീറ്റുണ്ട് ഇപ്പോഴത്തെ ഭൂരിപക്ഷം വെച്ചിട്ട്. അപ്പോൾ ഈ UDFന് 80 സീറ്റ് കിട്ടിയിരിക്കുന്നതിലെ 10ഓളം സീറ്റുകളിൽ LDFനുള്ള കുറവ് എന്ന് പറയുന്നത് വെറും 1000-ൽ താഴെ വോട്ടുകളാണ്. ഉദാഹരണമായിട്ട് ഇരവിപുരം 636 വോട്ട്, അരൂർ 525 വോട്ട്, കോന്നി 226, ഇടുക്കിയിലെ ഉടുമ്പൻചോല 196, അരൂർ 526, ചങ്ങനാശ്ശേരി 1190, പൊന്നാനി 1243, ബാലുശ്ശേരി 1227, ഉദുമ 1110. അപ്പോൾ ഈ 10 സീറ്റുകളിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ അതുപോലും വേണ്ട LDFിനെ സംബന്ധിച്ചിടത്തോളം 100 വോട്ടൊക്കെ മാറ്റുന്നതിനൊന്നും LDFിനൊന്നും വലിയ പ്രശ്നമില്ല. ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. മാത്രമല്ല നിലവിലുള്ള MLA-മാർ എല്ലായിടത്തും തന്നെ ജനകീയരുമാണ്. അവർക്ക് നല്ല വോട്ടുണ്ടെന്നേ. 60 സീറ്റിൽ ഒരു 4-5 സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അവർക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. അപ്പം LDF കണക്ക് കൂട്ടുന്നത് ഈ 60 ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ ഈ 80-ൽ ഈ 10 സീറ്റുകൾ ഇപ്പുറത്തോട്ട് വന്നാൽ 70 ആയില്ലേ? അപ്പോൾ കളി
പിന്നെ ഈക്വലായിട്ട് നിന്നുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ തിരികെ LDF-ന് മേൽക്കൈയുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈയുള്ള സീറ്റുകളിൽ കുറച്ചിടത്തൊക്കെ നിസ്സാരമായ വോട്ടുകളുടെ മേൽക്കൈയാണ്. അത് ചിലയിടത്തേ ഉള്ളൂ, അത് വളരെ കുറവാണ്. മറ്റ് പലയിടത്തും ഇതുപോലെ തന്നെ UDF-ന് കിട്ടിയ പോലെ തന്നെ അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ UDF-ന് കിട്ടുകയും ഭൂരിപക്ഷ കേന്ദ്രീകൃതമായ ജില്ലകളിൽ LDF-ന് കിട്ടുകയും ചെയ്തതുകൊണ്ടാണ് ഈ ഇക്വേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി വരാൻ പോകുന്നത് മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. അതുപോലെ തന്നെ BJP എത്ര സീറ്റ് പിടിക്കും എന്നുള്ളത് പ്രധാനമാണ്. BJP എത്രത്തോളം മികച്ച സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുക എന്നുള്ളത്, വോട്ടല്ല, സീറ്റ് ഒരു വലിയ ഘടകമാണ്. BJP ഇത്തവണ 2-3 സീറ്റിലേ നിൽക്കുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർ കൂടുതൽ സീറ്റ് പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഈ 80-60 എന്നുള്ളത് 70-70ലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അതിനടുപ്പിച്ചേക്ക് വരുമ്പോൾ 4-5 സീറ്റുകൾ മാത്രമാണ് താമര കൂടുതലെങ്കിൽ പിടിക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ അവിടെ ഒരു ത്രിശങ്കുവോ അല്ലെങ്കിൽ ഒരു ഡിസസീവ് ഫാക്ടറായിട്ട് വരുന്നതോ ആയ ഘടകങ്ങൾ വരെ അവിടെ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നത് ലക്ഷ്യയിൽ UDF പറഞ്ഞ കാര്യങ്ങൾ ഈ കണക്ക് വെച്ചിട്ടാണ്. ആ കണക്ക് വെച്ചിട്ടാണ് ഞാൻ LDF-ൻ്റെ സാധ്യതകളും വരാൻ പോകുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില നീക്കങ്ങളും പറയുന്നത്. ഇപ്പോൾ അരുൺകുമാർ ഉദാഹരണമായിട്ട്, അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാറിനെ പോലുള്ള ഒരു 10ഓളം സ്ഥാനാർത്ഥികളെ LDF നിർത്താൻ 10-15 സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ 16 കിട്ടുമെന്ന് ലീഗ് പറയുന്ന സ്ഥലങ്ങളിൽ അവിടെ പല മുസ്ലിം സ്ഥാനാർത്ഥികളും വരാനിരിക്കുകയാണ്. LDF അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് പലരും കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ തവനൂർ അവിടെ ഒരു സ്ഥലങ്ങളല്ല, പല സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള അട്ടിമറിക്ക് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു 3-4 സ്ഥലങ്ങളിലെങ്കിലും ഈ 16-ൽ LDF വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റം വരുത്താവുന്നതാണ്. ഉദാഹരണമായിട്ട് പൊന്നാനി എടുത്തു കഴിഞ്ഞാൽ 1243 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പുതുമ 1110, അത് മലപ്പുറം അല്ല, കാസർഗോഡാണ്, 1210 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ കോഴിക്കോട് ബാലുശ്ശേരിയിൽ 1227 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ മികച്ച സ്ഥാനാർത്ഥികൾ, അവരുടെ സ്ഥാനാർത്ഥികൾ വന്നാലോ അല്ലെങ്കിൽ പ്രാദേശികമായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, നീക്കുപോക്കുകളൊക്കെ വന്നാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇപ്പോഴത്തെ കേരളത്തിൽ BJPക്ക് വോട്ടും സീറ്റും കുറഞ്ഞു എന്ന് പറയുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, 26 സ്ഥലങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും 10,000-ന് മേലാണ് വോട്ട്. 52 സീറ്റുകളിൽ അവർക്ക് 30,000-നും 50,000-നും ഇടയ്ക്ക് വോട്ടുണ്ട്. അപ്പോൾ 115 സ്ഥലങ്ങളിലെങ്കിലും കുറഞ്ഞത് അവർക്ക് 10,000 വോട്ടിൽ കൂടുതലുണ്ട്. അപ്പോൾ 10,000 വോട്ടിന് താഴെ പോയിരിക്കുന്ന സ്ഥലങ്ങൾ 16 എണ്ണവും മലപ്പുറത്താണ്. 40,000-ൽ 35,000-ൽ കൂടുതൽ വോട്ടുകളുള്ള സ്ഥലം അവരുടെ ഡിസിസീവ് ഫാക്ടർ. ബാക്കി വരുന്ന 50-60 സീറ്റുകൾ അവർക്ക് പല വിധത്തിൽ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ശരി, താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ട്. കാരണം BJP എന്നുള്ളത് ഒരു പ്രധാന ഘടകമായിട്ട്, അത് BJP കൂടുതൽ സീറ്റുകൾ ജയിക്കുമെന്നോ ഒന്നുമല്ല, 1-2 സീറ്റുകൾ, അതിൽ അപ്പുറത്തേക്ക് 1-2 അല്ല കേട്ടോ, അല്ല, കൂടുതൽ സീറ്റുകളിൽ അവർ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണേക്കാൾ നല്ലത് ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്. കാരണം ആ സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടുകയും ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അവർക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതും. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങനെയില്ല. പക്ഷേ ഒരു ഡിസിസീവ് ഫാക്ടർ എന്ന രീതിയിൽ പലയിടത്തും വരുന്നത്, അത് ഇന്നയാൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് നമുക്ക് പൊതുവേ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ. മുൻപത്തെ പോലെ അത് പറ്റുകയുമില്ല. മുൻപ് കൃത്യമായി ശ്രീ മഞ്ജുഷ് പറയാൻ സാധിക്കും, BJP അധികമായി പിടിക്കുന്ന നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ബെഞ്ച് മാർക്ക് വർഷത്തിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് പിടിച്ചാൽ, കൂടുതൽ വോട്ട് പിടിച്ചാൽ അതിനർത്ഥം അത് UDF-ന് തട്ടുകേടാണ് എന്നാണ്. ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു. BJPക്ക് ലഭിക്കുന്ന വോട്ടുകൾ, പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിൽ BJPക്ക് കൂടുതലായി ലഭിക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമേ ബെഞ്ച് മാർക്കായി എടുക്കാൻ കഴിയൂ. തദ്ദേശ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ അതിൻ്റെ നറേറ്റീവ് വേറെയാണ്. അവിടെ നിന്നും BJP മുന്നോട്ട് പോകും, അതിൽ വലിയ ഒരു തർക്കമില്ല, അത് മുന്നോട്ട് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ഞെട്ടിക്കുന്നവർ, കാരണം ഈ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴും ആകെ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ഏറെ പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് BJP. 14.7% ഓവറോൾ വോട്ട് ഷെയർ മാത്രമാണ് BJPക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 19.8% നിന്നും 5% താഴേക്ക് വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വോട്ട് ഷെയർ വേണം. പക്ഷേ ആ വോട്ട് ഷെയർ
ചില മണ്ഡലങ്ങളിൽ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തന്ത്രമായിരിക്കണം ഒരുപക്ഷെ BJP പറയുന്നത്. ഈ പാനലിൽ BJPയുടെ ഒരു പ്രതിനിധി ഇല്ല എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ BJPയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കേരളത്തിലെ BJPയുടെ സാധ്യതകൾ തിരുവനന്തപുരം ജില്ലയിൽ തീർച്ചയായും BJP കൈമേയ് മറന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ നഗര കേന്ദ്രീകൃതമായ 4 മണ്ഡലങ്ങളിലെങ്കിലും വലിയ സാധ്യത BJP കാണുന്നു. പ്രത്യേകിച്ച് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ 3 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിജയിക്കാൻ തന്നെയുള്ള പോരാട്ടത്തിൽ തന്നെയാണ് BJP. അതുപോലെ തന്നെ ഏറ്റവും വടക്കുള്ള കേരളത്തിലെ ഏറ്റവും വടക്കുള്ള മഞ്ചേശ്വരം, കാസർഗോഡ് മേഖലയിൽ അവിടെയും വിജയസാധ്യത തള്ളിക്കളയാനാവില്ല. അതിന് പുറമെയാണ് BJPയുടെ തന്നെ ചില കണക്കുകൂട്ടലുകളിൽ 30,000-നും 40,000-നും ഇടയ്ക്ക് സീറ്റ് വോട്ട് ഷെയർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടിയ ചില മേഖലകളുണ്ട്. ആ മേഖലകൾ മുൻകാലങ്ങളിൽ BJPക്ക് ഒരിക്കലും ആ 30,000 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ലാത്ത മേഖലകളാണ്. അവിടെ ഒന്നാഞ്ഞ് ശ്രമിച്ചാൽ ഒരുപക്ഷെ 42,000, 43,000 വോട്ടുകൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പിടിച്ചാൽ ശക്തമായ ത്രികോണ മത്സരമുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ, ഒരു നാരോ മെജോറിറ്റിയിൽ ജയിച്ചു വരാൻ സാധിക്കും എന്നൊരു കണക്കുകൂട്ടലാണ്. അവിടെ LDFനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അതുണ്ട്. തീർച്ചയായും അതൊരു മരീചികയൊന്നുമല്ല. മൊമെന്റം ഈസ് വിത്ത് കോൺഗ്രസ് ആൻഡ് UDF, അത് സമ്മതിക്കുന്നു. പക്ഷേ ചില മേഖലകളിലെങ്കിലും, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ചില മേഖലകളിലെങ്കിലും LDF വിരുദ്ധ, ഭരണവിരുദ്ധ, പിണറായി വിരുദ്ധ ഒരു സ്പേസിലേക്ക് കടന്നിറങ്ങി നിൽക്കാൻ BJPക്ക് കഴിയും എന്ന ഒരു ചിന്ത BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മണ്ഡലം ആകമാന കേരളം എന്നതിനേക്കാൾ വിജയമാണ് പ്രധാനം. അതുകൊണ്ടാണ് ജയിച്ചു വരിക എന്നത്. വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ട് എന്ത് കാര്യം? ഇപ്പോൾ 14% നിന്നും 18, 20, 22% വർദ്ധിപ്പിക്കുകയും 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്താൽ എന്താണ് കാര്യം? വിജയിച്ചു വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമസഭയിൽ 5 മുതൽ 10 വരെ സീറ്റുമായി ഒരു ശക്തമായ സാന്നിധ്യമായി മാറാൻ ഒരുപക്ഷെ BJPക്ക് കഴിയുന്നൊരു സാഹചര്യമുണ്ട് എന്ന് BJPയുടെ ഉന്നത നേതൃത്വം വിലയിരുത്തുന്നു. അത് തീരെ ഒരു അസ്വാഭാവികമായ കാര്യമൊന്നുമല്ല. അത് സാധിക്കണമെങ്കിൽ ഒരുപാട് ഈഫ്സ് ആൻഡ് ബട്ട്സ് ഉണ്ട്. അത് പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ഈഴവ സാന്നിധ്യം, അതാണ് വെള്ളാപ്പള്ളി നടേശനുമായുള്ളൊരു ബന്ധത്തിൽ BJP ഇക്കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ആ ഒരു വിവാദ പ്രസ്താവന, മുസ്ലിം ലീഗിനെതിരെ നടത്തിയ ആ ഒരു കടുത്ത വാക്കുകളിൽ സ്വാഭാവികമായി വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയേണ്ടതാണ്. അല്ലെങ്കിൽ LDF അനുകൂല ഒരു ആളായി കണക്ക് കൂട്ടിക്കൊണ്ട് ഈ തള്ളിപ്പറയേണ്ടത്. പക്ഷേ അങ്ങനെയല്ല. BJP ആ രീതിയിൽ വളരെയധികം തന്ത്രപരമായി നീങ്ങുന്ന ഒരു കാഴ്ച കണ്ടു. വെള്ളാപ്പള്ളി നടേശനെ പ്രകാശ് ജാവദേക്കർ, BJPയുടെ പ്രഭാരി പ്രകാശ് ജാവദേക്കർ പോയി കണ്ട് കണിച്ചുകുളങ്ങരയിൽ പോയി കണ്ട് സൗഹൃദം പങ്കിടുന്ന ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ട് വലിയ ഒരു കണ്ണാണ് ഈഴവ വോട്ടുകളിൽ BJP വെച്ച് പുലർത്തുന്നത്. അങ്ങനെയെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ബ്ലീഡിംഗ് തന്നെ ഉണ്ടാകും. കാരണം LDFന്റെ അത് തന്നെയാണല്ലോ UDFന്റെ വലിയ പ്രതീക്ഷയും. കാരണം മൈനോറിറ്റി വോട്ട്സ് ഇനി എന്തായാലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വന്നതുപോലെ പിന്നെ തിരിച്ചു പോക്കില്ല. ഈ 2-3 മാസത്തിനുള്ളിൽ എന്തായാലും അങ്ങനെ സംഭവിക്കുകയില്ല. അതേസമയം ഈ ഭൂരിപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ ഒരു സ്പ്ലിറ്റ് അവിടെ ഉണ്ടാകും എന്നും അല്ലെ? ആ LDFന്റെ ആ തന്ത്രം ഫലിക്കില്ല. കാരണം BJPയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്. ഇതാണല്ലോ കൃത്യമായിട്ട് ആ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. അല്ല, അത് UDFന് അനുകൂലമായി വരും. BJP പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ BJPയുടെ ഒറിജിനൽ പ്ലാനിങ് അങ്ങനെ ആയിരുന്നില്ല. ഒറിജിനൽ പ്ലാനിങ് BJPക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കണം. പക്ഷേ ഇടതുപക്ഷം തുടർന്നും ഭരണത്തിൽ വന്നാൽ ആത്യന്തികമായി UDF സംവിധാനം തകരും. കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം തന്നെ മാറി ചിന്തിക്കും. അതിന് പിന്നെ BJP വേഴ്സസ് ലെഫ്റ്റ് എന്ന രീതിയിലേക്ക് കേരള പൊളിറ്റിക്സ് മാറും. ഒരു 2 ഹോഴ്സ് റേസിലേക്ക് മാറും. കോൺഗ്രസിനെയും UDF സംവിധാനത്തിനെയും എഡ്ജ് ഔട്ട് ചെയ്തുകൊണ്ട് UDFലെ മുസ്ലിം ലീഗ് LDF പാളയത്തിൽ വരികയും കോൺഗ്രസിലെ തന്നെ പ്രബലമായ ഹിന്ദു വിഭാഗങ്ങൾ BJPയിലേക്ക് വരികയും കോൺഗ്രസിൻ്റെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തേക്ക് പോവുകയും അതുപോലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഒരു ചെറിയ പങ്കെങ്കിലും BJPയിലേക്ക് വരികയും ഒക്കെ ചെയ്യും എന്ന കണക്കുകൂട്ടലായിരുന്നു. അങ്ങനെയെങ്കിൽ പിണറായി 3.0 സംഭവിച്ചോട്ടെ, കുഴപ്പമില്ല. തങ്ങളായി അത് എടുത്തു പറയില്ല എന്നേ ഉള്ളൂ. സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ മാറി ചിന്തിക്കുന്നു. കേവലം 3-4 ദിവസമായി മാറി വരുന്നൊരു ചിന്തയാണ് ഇപ്പോഴത്തെ ചിന്ത എന്ന് പറയുന്നത്. തങ്ങളുടെ ഫീഫ്ഡം നിലനിർത്തിയേ പറ്റൂ. വോട്ട് ഷെയർ പ്രധാനമാണ്, സീറ്റും പ്രധാനമാണ്. UDF ഭരിക്കുന്നെങ്കിൽ ഭരിച്ചോട്ടെ, LDF ഭരിക്കുന്നെങ്കിൽ ഭരിച്ചോട്ടെ. തങ്ങളുടെ ശക്തി തെളിയിച്ചേ മതിയാവൂ. അല്ലാതെ ആരെയെങ്കിലും ജയിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ആത്യന്തികമായി മറ്റന്നാളത്തെ കാര്യം നോക്കണ്ട, ഇന്നത്തെ കാര്യം ഇപ്പോൾ ഡീൽ ചെയ്ത് ഫിക്സ് ചെയ്ത് പോയെങ്കിലേ പറ്റൂ. അതുകൊണ്ടാണ് ശബരിമല പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ BJP തന്ത്രപരമായി തീരുമാനമെടുത്തു. എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ശബരിമല ആചാര സംരക്ഷണ സമയത്തെ
ആ ഒരു ഊർജ്ജസ്വലത BJP ഇപ്പോൾ കാട്ടുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമല്ലേ? ഇപ്പോൾ ഇതാ BJP തീരുമാനിച്ചിരിക്കുന്നു. BJP കാഡർ തെരുവിലിറങ്ങാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായ ഒരു വികാരം അഴിച്ചുവിടാൻ പോവുകയാണ്. UDF ഒരു വശത്തും BJP മറുവശത്തുമായി LDF-നെതിരെ പോകുമ്പോൾ LDF-നും ആശ്വസിക്കാം. ഈ ശരിയാണ്, അതൊരു ഘടകമാണല്ലോ ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായിട്ട് UDF-ന് കിട്ടിയതാണ് ശബരിമല പ്രക്ഷോഭത്തിന്റെ ഗുണം. പക്ഷേ ഇത്തവണ BJP വൈകിയാണെങ്കിലും ഇതിലേക്ക് വരുമ്പോൾ ആ തിരിച്ചറിവാണ് അവിടെ ഘടകമായിരിക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഈ വിഷയത്തിൽ കിട്ടിയ മേൽക്കൈ, അത് ഒരേ വശത്തേക്ക് പോകേണ്ട എന്നുള്ള താല്പര്യം, അതാണിപ്പോൾ പ്രതിഫലിക്കുന്നത്. തെറ്റാണ്. കാരണം BJP ഈ പറയുന്ന അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശബരിമലയിലെ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരങ്ങളുടെ 1000-1 പോലും ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട കേസിൽ ഇതുവരെ നടത്തിയിട്ടില്ല. ആകപ്പാടെ നടത്തിയതാണ് ഈ കൂട്ടുകാരൻ അപകടത്തിൽപ്പെടുമ്പോൾ മറ്റൊരു കൂട്ടുകാരൻ വന്ന് രക്ഷിക്കാൻ ശ്രമിക്കുമെന്നതുപോലെ ഈ ആരോപണത്തെ കോൺഗ്രസിലേക്ക് തിരിക്കാനുള്ള ഒരു ഷിഫ്റ്റ് നടത്താനുള്ള ശ്രമമാണ് BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടത്. അതായത് CPM മാത്രമല്ല, ഇതിൽ കോൺഗ്രസും ഉണ്ട് എന്ന കണക്കിന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പിന്നീട് ആ ആരോപണം പോവുകയും ചെയ്തു. കാരണം ഇന്ന് സുപ്രീം കോടതി തന്നെ ചോദിച്ചു, ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ കശ്മലന്മാരെ എന്ന് CPM-ന്റെ നേതാക്കളോട് മുഴുവനായി ഇന്ത്യയുടെ സുപ്രീം കോടതി, പരമോന്നത നീതിപീഠമാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. നോക്കൂ, ഞാൻ ചില നേതാക്കളുടെ പ്രതികരണത്തെ പറ്റി പറയാം. ഇന്ന് ഞങ്ങൾ 100 സീറ്റ് എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ് അത് പറഞ്ഞതെന്നാണ് MS വേണുഗോപാൽ സാർ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ അതിന് മുമ്പേ ശ്രീ VD സതീശൻ നേരിട്ട് 100 സീറ്റ് എന്ന ക്യാമ്പയിൻ മുമ്പോട്ട് വെച്ചിരുന്നു. അതെന്തുകൊണ്ടാണ്? ആ 100 സീറ്റ് എന്ന് പറയുന്ന ക്യാമ്പയിൻ പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് എങ്ങനെ നേടണമെന്ന് കഴിഞ്ഞ കാലങ്ങളായി ഞങ്ങൾ പഠിച്ചതിന്റെ എഫക്റ്റ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി നിങ്ങളുടെ റീഡിങ്ങിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ പറയുന്നത് 80-60, 80-68, ക്ഷമിക്കുക 74-68 എന്ന കണക്കിനുള്ള കണക്കൊക്കെ CPM-ഉമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും പുറത്തുവിട്ടതാണ്. അപ്പൊ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ബെഞ്ച് മാർക്കായി വെച്ചുകൊണ്ട് നിയമസഭയിലെ ലീഡ് പഠിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? പഞ്ചായത്തിലെ സീറ്റിൽ വോട്ട് ലീഡാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ഞാൻ പറയുന്നത് പഞ്ചായത്തിലെ വോട്ട് ലീഡാണ് നോക്കുന്നതെങ്കിൽ അതുമായി ബ്ലോക്ക് പഞ്ചായത്തിലെ വോട്ട് ലീഡ് നോക്കുമ്പോൾ വലിയ വ്യത്യാസം കാണും. ശരിക്കും പൊളിറ്റിക്കൽ മത്സരം നടന്നിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിലാണ്. പക്ഷെ CPM പുറത്തു വിട്ടിരിക്കുന്ന ഈ 68 എന്ന് പറയുന്ന കണക്കുണ്ടല്ലോ, അവർക്ക് ലീഡ് ഉണ്ട് എന്ന് പറയുന്ന ആ കണക്ക്, അത് പഞ്ചായത്തിനെ ബേസ് ചെയ്ത് നടത്തിയ പഠനമാണ്. നോക്കൂ, ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ പിടിച്ചെടുത്ത ജില്ലാ പഞ്ചായത്തുകളിലെല്ലാം ഞങ്ങൾക്ക് ഹെവിലി മെജോറിറ്റി ഉള്ള ജില്ലാ പഞ്ചായത്തുകളാണ്. എന്തിനാണ് കോട്ടയത്ത് പോലും, മാണി കോൺഗ്രസിന്റെ സാന്നിധ്യമുള്ള കോട്ടയത്ത് പോലും ഞങ്ങൾ വലിയ മെജോറിറ്റിയിലാണ് ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ CPM നിലനിർത്തിയ ജില്ലാ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ അവർ പിടിച്ചെടുത്ത ജില്ലാ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ 1-2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ അതിൽ തന്നെ അവർ പലരും ജയിച്ചു വന്നിരിക്കുന്നത് നിസാരം 100 to 1000 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. പക്ഷേ 10,000 വോട്ടിനെ CPM ജയിച്ചുകൊണ്ടിരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് എന്റെ. ഞങ്ങൾ ജയിച്ചിരുന്ന 4,000 വോട്ട് അടുത്താണ്, തിരിച്ചു പിടിച്ചു. അപ്പോൾ 14,000 വോട്ടിന്റെ ലീഡ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായി എന്നത് നോക്കണം. ഞങ്ങൾ ജയിച്ചത് പല ജില്ലാ പഞ്ചായത്തുകളിലും 10,000-ലേറെ വോട്ടുകൾക്കാണ്, 10,000-ലേറെ വോട്ടുകൾക്ക്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിനെ ബെഞ്ച് മാർക്കായി പഠിച്ചാൽ ഈ 100 സീറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അപ്രാപ്യമല്ല എന്ന് മനസ്സിലാവും. പക്ഷേ അതാണ് ഞാൻ പറയുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡേറ്റ വെച്ചുകൊണ്ട് നമുക്കത് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ആർക്കും ഇഷ്ടമുള്ള പോലെ പഠിക്കാം. ചിലർ പഞ്ചായത്ത് ബെഞ്ച് മാർക്ക് കൊടുക്കും, ചിലർ ബ്ലോക്ക് പഞ്ചായത്ത് എടുക്കും, ചിലർ ജില്ലാ പഞ്ചായത്ത് എടുക്കും. ബേസിക്കലി ജില്ലാ പഞ്ചായത്തിലാണ് പൊളിറ്റിക്കൽ ഗെയിം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മത്സരം നടക്കുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വെറുതെ പറയുകയല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ അത് ഒരു 6-7 മാസം മുമ്പേ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഐഡിയോളജിയാണ് ഈ 100 സീറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പണിയെടുത്തതിന്റെ ഫലമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിനേക്കാൾ ഗെയിം 100 സീറ്റിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിക്കും. ഇനി BJP-യുടെ കാര്യം പറയാം. BJP-ക്ക് തൃശ്ശൂരിൽ എന്താണ് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചോ? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം പടവലം പോലെ അവർ വോട്ട് താഴോട്ട് പോവുകയാണ് എന്നത് നിങ്ങൾ പഠിച്ചില്ലേ? പഞ്ചായത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ മാർജിൻ മുമ്പോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ അവസ്ഥ, BJP-യുടെ വോട്ടുകൾ മുഴുവൻ പുറകോട്ട് പോവുകയാണ് ചെയ്തത്. ഇനി BJP-ക്ക് മറ്റൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതായത് മൂന്നാമതും CPM വരട്ടെ എന്ന് തന്നെയാണ് BJP ചിന്തിച്ചിരുന്നത്. ഇപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരുടെ ഒരു സ്റ്റഡി, മൂന്നാമതും LDF അധികാരത്തിൽ അല്ലെങ്കിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരിടത്തും 4ാമത് വരാൻ CPM ഉണ്ടായിട്ടില്ല. ബംഗാൾ, ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളുടെ മുമ്പിൽ ഡേറ്റ ഉണ്ട്. മൂന്നാമതും കോൺഗ്രസ് തോറ്റെടുത്തത്
കോൺഗ്രസ് മടങ്ങി വരവ് വളരെ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെയുള്ള ഡേറ്റ വെച്ചുകൊണ്ട് ഈ തവണ കൂടി CPM വരട്ടെ എന്ന് പറഞ്ഞ് അവരെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാണ് BJP. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഓപ്പൺ ഫൈറ്റ് ആണ് നടക്കുന്നതെങ്കിൽ, ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ചിന്ത വെച്ചുകൊണ്ട് BJP CPM വോട്ട് ചെയ്തില്ലെങ്കിൽ 100 എന്ന് പറയുന്നത് അപ്രാപ്യമേ അല്ലാത്ത ശരി ശരി ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോഴും ആ ഒരു പരസ്പരമുള്ള സഹായം അത് UDF പറയുന്നതാണ്. CPM-ഉം BJP-യും തമ്മിൽ അങ്ങനെ ഒരു ലൈസൺ ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഇത് ഒരേ വോട്ട് ബാങ്ക് തന്നെ അവർക്ക് വരികയാണല്ലോ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോഴും. അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനുമായുള്ള CPM-ന്റെ അടുപ്പം വെള്ളാപ്പള്ളിയെ തള്ളി പറയാത്തത്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വോട്ട് ബാങ്ക് പോലും ഒന്ന് തന്നെയായി മാറുകയാണ് ഏതാണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം ഇനി UDF-നും കോൺഗ്രസിനും പറയാൻ കഴിയുമോ? അങ്ങനെ ഒരു പ്രശ്നമില്ലേ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത്? തീർച്ചയായിട്ടും അത് വളരെ ശരിയാണ് മഞ്ജുഷ ചൂണ്ടിക്കാണിച്ചത്. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ രണ്ട് കൂട്ടരും ഹിന്ദു വോട്ട് ബാങ്കിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ സാരം. ആ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന അത് മാത്രമാണ്. അപ്പോൾ ഒരേ വോട്ട് ബാങ്കിൽ രണ്ട് കൂട്ടരും മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് UDF-ന് എഡ്ജ് കിട്ടുന്നുള്ളതിൽ തർക്കമില്ല. മറുവശത്ത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, BJP-യുടെ വോട്ട് LDF-ലേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. LDF-ലെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തകനും BJP-ക്ക് വോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് പല സ്ഥലങ്ങളിലും UDF-ഉം LDF-ഉം BJP-യെ ചെറുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് അനുഭവങ്ങളിൽ വോട്ട് ട്രാൻസ്ഫർ സംഭവിക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വോട്ട് ട്രാൻസ്ഫർ എന്നല്ലാതെ ഈ കോമൺ എനിമി BJP ആയിട്ട് ഈ ഇലക്ഷനിൽ വരുന്നില്ല. മറിച്ച് ഇവിടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ നേതാവ് പറഞ്ഞ എന്താണ്, മത്സരം ഞങ്ങളും UDF-ഉം തമ്മിലാണെന്നാണ്. അപ്പോൾ അവർ ലെഫ്റ്റിനെ അല്ല കണക്കാക്കിയിരിക്കുന്നത്, UDF-നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. ആ നിലപാട് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് മഞ്ജുഷ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ BJP പ്രതിദാനം ചെയ്യുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് വോട്ട് ബാങ്ക് ഒന്നുകൂടി ശക്തിപ്പെടുത്തുക. ഇപ്പം നമുക്കറിയാവുന്ന കേരള രാഷ്ട്രീയത്തിൽ ഹിന്ദു പോപ്പുലേഷൻ്റെ ഷെയർ എത്രയാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവർക്കറിയാം. ഇതൊരിക്കലും ഒരു മെജോറിറ്റി ആയിട്ട് വർക്കൗട്ട് ചെയ്യില്ല. മറിച്ച് മൈനോറിറ്റി കൺസോളിഡേഷൻ ശക്തമായിട്ട് UDF-ൽ വന്നാൽ അത് നേരത്തെ പറഞ്ഞ 100 സീറ്റിലെ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ തരത്തിലുള്ള നറേറ്റീവ് തുടരുകയും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാർ ഇത്തരം പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശക്തമായൊരു ധ്രുവീകരണം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വശത്ത് ഭരണവിരുദ്ധ വികാരമാണ് പ്രൈമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ മറുവശത്ത് ശക്തമായ ധ്രുവീകരണം സംഭവിച്ചിരിക്കുന്നു. ആ ധ്രുവീകരണം കൂടുതൽ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യുമെന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഇടതുപക്ഷത്തിന് എന്തായാലും അതിൽ ഗുണം കിട്ടാൻ വഴിയില്ല. ആ ഗുണം UDF-ലും BJP-ക്കും യഥാക്രമമായി ഒഴുകിപ്പോകാനാണ് സാധ്യത. ഇത്തരമൊരു മത്സരത്തിൽ അന്താളിച്ച് നിൽക്കാൻ മാത്രമേ LDF-ന് കഴിയുകയുള്ളൂ. വെള്ളാപ്പള്ളി നടേശനെ തള്ളിയില്ല എന്നുള്ളത് സത്യമാണ് LDF. എന്നാലും CPI ആവശ്യത്തിലേറെ വെള്ളാപ്പള്ളിയെ വിമർശിച്ചു കഴിഞ്ഞു. താനങ്ങനെ ചെയ്യുന്നില്ല എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. വെള്ളാപ്പള്ളിയെ ഉൾക്കൊണ്ട് തന്നെ ഇനിയും കാറിൽ കയറ്റും എന്ന് പറഞ്ഞതും വ്യക്തമാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ പ്രകാശ് ജാവ്ദേക്കർ വെള്ളാപ്പള്ളിയെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്തുണയ്ക്കുകയും ചെയ്തു. നമുക്ക് ഓർമ്മയുണ്ട് BDJS ഉണ്ടായപ്പോൾ അതിൻ്റെ അനുഗ്രഹ പ്രഭാഷണം നടത്താൻ വന്നത് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കേരള രാഷ്ട്രീയത്തിൽ ഇനിയും കൂടുതൽ ധ്രുവീകരണ പ്രസ്താവനകൾ നടത്തിയാൽ അത് വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയത്തെ ബാധിക്കും. അത് ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് കൂടുതൽ ദോഷം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി വെച്ച് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സിങ്ക് ചെയ്ത് തന്നെ പോകും അല്ലേ? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു അനുഭവം വെച്ചുകൊണ്ട് അതേ ഉണ്ടാവുകയുള്ളൂ. കാരണം മറുവശത്ത് മൈനോറിറ്റി വോട്ടുകൾ വരുമെന്നുള്ള പ്രതീക്ഷ LDF-നില്ല, CPM-നില്ല. ഇല്ല. പക്ഷേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കൽ പറഞ്ഞതുപോലെ LDF കളിക്കുന്ന കളി തോക്കുന്ന കളിയാണ്. തോറ്റാൽ തോറ്റ കളി എന്നുള്ള മട്ടിലുള്ളൊരു കളിയാണ് ഇപ്പോൾ LDF കളിക്കുന്നത്. ജയിക്കുന്നുണ്ടെങ്കിൽ ജയിക്കട്ടെ, പക്ഷേ ഞങ്ങൾ തോറ്റ കളിയാണ് കളിക്കുന്നത്, അറിഞ്ഞുകൊണ്ട് കളിക്കുകയാണ് എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് UDF-ന് സന്തോഷിക്കാൻ ഏറെ വകയുണ്ട്. മറുവശത്ത് ഒരു പക്ഷേ BJP 5 സീറ്റ് വല്ല കിട്ടിയാൽ തന്നെ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അത്
ഇവിടെ നേരത്തെ ശ്രീ വേണുവൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ വിധി എങ്ങനെ വരുമെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ആഞ്ഞടിച്ചൊരു തരംഗമായി മാറണമെന്നുമില്ല. ഇങ്ങനെ ചില മേഖലകളിലെങ്കിലും ട്രയാങ്കുലർ കണ്ടസ്റ്റായിട്ട് മാറിയാൽ അതൊരു ഒരു വലിയൊരു തരംഗമായി കേരളത്തിൽ വരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ ഡോക്ടർ ജി വേണുഗോപാൽ, കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ ഒരു സമീപനം ഇപ്പോൾ അതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം വരുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലാണല്ലോ കോൺഗ്രസിന്റെ പ്രതികരണം. ആ നിലയ്ക്കാണ്, ലീഗിന്റെയും ആ നിലയ്ക്കാണ്. അവിടെ എതിർപ്പ് വരുന്നത് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഈ 100 എന്നുള്ളത് ഒരു അമിതമായ ആത്മവിശ്വാസം വെളിയിൽ പറയുകയും അതേസമയം ഭരണം ഉറപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഘടകകക്ഷിയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന വിലയിരുത്തൽ വരികയും ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും എന്നോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദ്യം എന്നോടാണോ ചോദ്യം? അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മാണി ഗ്രൂപ്പ് വരണമെന്നുള്ളത് UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അത് വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഈ കോട്ടയം ഇടുക്കി ബെൽറ്റിൻ്റെ ഒരു ഗുണം, എറണാകുളം ആ ബെൽറ്റിൻ്റെ ഒരു ഗുണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഘടനാപരമായ ദുർബലത മറികടക്കാൻ പറ്റും. ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട്. പഴയതുപോലെ മാണി കോൺഗ്രസിന് ശക്തിയൊന്നും ഇല്ലെങ്കിൽ പോലും UDF-നെ സംബന്ധിച്ചിടത്തോളം മാണി കോൺഗ്രസ് കൂടെ വന്നു കഴിഞ്ഞാൽ പഴയ കാലത്തെ കരുണാകരൻ കൊണ്ടുവന്ന രീതിയിലുള്ള ഒരു വലിയൊരു യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു അംബ്രല്ല അലയൻസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു മെജോറിറ്റി കോalition വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സുഗമമായിട്ട് മധ്യ കേരളത്തിൽ വിജയം നേടാൻ കഴിയും. കുറച്ചൊക്കെ മലബാർ മേഖലയിൽ, കിഴക്കൻ മേഖലകളിലും അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ട്രാറ്റജി അതുണ്ട്. പക്ഷേ അത് മാണി കോൺഗ്രസ് എങ്ങനെ ഒരു നിലപാടെടുക്കുമെന്നുള്ളത് ഇപ്പോഴേ പറയാനായിട്ടില്ല. അദ്ദേഹം ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മാറത്തില്ല, ഉറപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പ്രവചനാതീതമാണ് എന്നുള്ളതാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ എതിർപ്പ് ഒരു വശത്തുണ്ട്. മറ്റു ചില പ്രശ്നങ്ങൾ മാണി കോൺഗ്രസിനുള്ളത് കൊണ്ട് അത് UDF-ലേക്ക് വരുന്ന പ്രക്രിയ അത്ര സുഗമമാകുമോ എന്നെനിക്ക് അറിയില്ല. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സുഗമമാകുന്നു മുന്നോട്ടുള്ള വഴി. ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, അങ്ങനെ ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു മാണി കോൺഗ്രസിന്റെ തിരികെയുള്ള വരവ് UDF-ലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾ തങ്ങളെ കുറേയൊക്കെ കൈവിട്ടു എന്ന് തോന്നുന്ന CPM-ന് തോന്നുന്ന സാഹചര്യത്തിൽ മാണി കോൺഗ്രസിനെ ഒരു കാരണവശാലും കൈവിടാൻ CPM തയ്യാറാവില്ല, LDF തയ്യാറാവില്ല. അങ്ങനെ തയ്യാറായാൽ ഈ പറഞ്ഞ ചിലപ്പോൾ 85 or 90 UDF-ന് എത്തിച്ചേരാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ LDF ഒരു കാരണവശാലും മാണി കേരള കോൺഗ്രസിനെ ഇപ്പോൾ അവിടുന്ന് വിടില്ല. കാരണം മാണി കേരള കോൺഗ്രസ് ആണ് ഇപ്പോൾ അവരുടെ ന്യൂനപക്ഷ വോട്ടുകളിൽ അല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. മറ്റൊന്നും അവർക്കിപ്പോൾ പ്രതീക്ഷ നൽകുന്നതില്ല. ഇപ്പോൾ ഗോകുമാർ സാർ പറഞ്ഞ പോലെ പോളറൈസേഷൻ ഉണ്ടാകുമെന്നല്ല, ഉണ്ടായി കഴിഞ്ഞു സാർ. ഇപ്പോൾ കേരളത്തിൽ ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ പോളറൈസേഷൻ വ്യക്തമായി ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ആ വ്യക്തമായി ഉണ്ടായിക്കഴിഞ്ഞത് നമ്മൾ രണ്ട് വിഭാഗങ്ങൾക്കും കിട്ടിയ കൂടുതൽ സീറ്റുകൾ പെർസെൻറ്റേജ് ഓഫ് വോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങി പിന്നെ കോട്ടയത്ത് ഭാഗികമായി അത് ഈ മാണി ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് CPM-ന് അത്രയും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് തൃശ്ശൂരാണ്, തൃശ്ശൂരും പാലക്കാടും. അപ്പോൾ ഹിന്ദു മെജോറിറ്റിയുള്ള ഈ 5 ജില്ലകൾ അവിടെ LDF-ന് മേൽക്കോയ്മ ഇപ്പം വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരും അവർക്ക് അവരുടെ പാർട്ടി കോട്ടയായതുകൊണ്ട് തന്നെ ആയിരിക്കും അവർക്ക് അവിടെ മേൽക്കോയ്മ ഉണ്ട്. എന്നാൽ പോലും 4 സീറ്റോളം LDF-ന് ഇപ്പം മുൻതൂക്കം അവിടെ ഉണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പോളറൈസേഷൻ ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനിയും കൂടാനല്ലാതെ കുറയാനുള്ള ഒരു സാധ്യതയും രാഷ്ട്രീയ പാർട്ടികളുടെ മുദ്രാവാക്യങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളുടെ വായിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ശൈലിയും കൂടെ ഇപ്പം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷ പേടി ഒരു വശത്തും ന്യൂനപക്ഷ പേടി മറുവശത്തും വളരെ ശക്തമായി വരും. ഇത് വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണവും ശൈലിയും കളിയുമായിരിക്കും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. ഇത് കൂടുതൽ ബെനിഫിറ്റ് UDF-ന് വരാൻ അല്പം സാധ്യത ഉണ്ടെങ്കിൽ അതിന് കാരണം ഈ ഹിന്ദു വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായാൽ മാത്രമാണ്. ആ സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് എത്രത്തോളം വരുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ BJP-ക്ക് വോട്ട് ഷെയർ കുറവാണ് എന്നൊക്കെ പറഞ്ഞാലും ഏതാണ്ട് 52ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് 30,000 വോട്ടുണ്ട്. ആ 30,000 വോട്ട് എന്ന് പറയുന്നത് നിസ്സാരമല്ല. ബാക്കി പലയിടത്തും 25,000, 20,000 ഒക്കെ നിൽക്കുകയാണ്. ഒരു 100ഓളം സീറ്റുകൾ ആ വിധത്തിൽ നമുക്ക് കണക്ക് കൂട്ടാം.
അപ്പം അവിടെയൊക്കെ ഈ വോട്ടുകൾ എങ്ങനെയെങ്കിലും പാഴായി പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഇപ്പം സംസ്ഥാന തലത്തിൽ ഒരു നീക്കുപോക്കും നടക്കില്ല. സംസ്ഥാന തലത്തിൽ കട്ട ഫൈറ്റ് തന്നെയായിരിക്കും, ത്രികോണ മത്സരം എന്ന് പറഞ്ഞ് തന്നെയായിരിക്കും നിൽക്കുന്നത്. LDFും UDFും ഞങ്ങൾക്ക് ഒരുപോലെയാണെന്ന് BJP പറയുമെങ്കിലും പ്രാദേശിക തലത്തിൽ ഇലക്ഷൻ സമയത്ത് ഓരോ മണ്ഡലം വൈസൊക്കെ നടക്കാനിരിക്കുന്ന അടിയൊഴുക്കുകൾ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. 100 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമെന്ന് VD സതീശൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? VD സതീശൻ പറഞ്ഞതിനോട് യോജിക്കുന്നവർ 76%, ഇല്ലാത്തവർ 21%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.